പ്രശാന്തസുന്ദരമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിൻ്റെ അരികിൽ കൂടി ഒഴുകുന്ന ഒരു ചെറുപുഴ. ആ പുഴയിലാണ് എല്ലാവരും കഴുകാനും കുളിക്കാനും ഈ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെയാണ് എല്ലാവരും വന്ന് വിശ്രമിക്കുന്നതും കുളിക്കുന്നതും. അവിടെ ചെറിയൊരു കടയുമുണ്ട്. ഒരു ദിവസം കുറേ പെണ്ണുങ്ങൾ അവിടെ കുളിക്കാൻ വന്നു. അതിൽ മഹാലക്ഷ്മിയും ഉണ്ടായിരുന്നു. എല്ലാവരും കുളിച്ച് കഴിഞ്ഞു, എല്ലാവരും പോയി കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് മഹാലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായത്. തൻ്റെ എന്തോ ഒരു സാധനം അവിടെ മറന്നു വെച്ചു. ഞാനിപ്പോൾ വരാം, ഞാനിപ്പോൾ അടുത്ത് കൊണ്ടുവരാം. അവളുടെ പേരൊന്നും പറഞ്ഞില്ല. അത് അവളുടെ ഒരു മാലയായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള വിശ്വനാഥൻ, അവിടെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അയാൾ അവിടെ കുളിക്കാൻ വന്നു. അയാളുടെ കയ്യിൽ ഈ സാധനം കിട്ടി. അയാൾ അത് മറച്ചൊന്നും വെച്ചില്ല. വീട്ടുകാരന് കൊടുക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാലക്ഷ്മി വിപ്രാളത്തോടെ ഓടി വരുന്നത്. ഓടി വന്ന് അവിടെയൊക്കെ തിരയുന്നിട്ട് അവിടെയൊന്നും കണ്ടില്ല. ലക്ഷ്മി പരവശയായി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അയാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ എൻ്റെ ഒരു സാധനം ഉണ്ടോ വെച്ച് മറന്നുപോയി. സാധനത്തിന് പേരില്ലേ? പേരുണ്ട്. എൻ്റെ ഒരു മാല. മാലയോ? മാലയൊക്കെ സാധാരണ കഴുത്തിലല്ലേ ഇടുന്നത്. ഞാനത് ഇവിടെ ഊരി വെച്ചിട്ട് ആണ് കുളിച്ചത്. മുങ്ങുമ്പോൾ കുളത്തിൽ പോയാലോ എന്ന് കരുതി ഭയന്ന്. ഓഹോ, അങ്ങനെയാണോ? ശരി, മാല എൻ്റെ കയ്യിൽ കിട്ടി. മാല ഞാൻ തിരിച്ച് തരാം. പക്ഷേ എനിക്ക് തിരിച്ച് ഒരു കാര്യം തരണം. എന്ത്? എനിക്ക് ഒരു ഉമ്മ തരണം. അവൾ പരിഭ്രമിച്ചു പോയി. അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ അങ്ങനെ ചോദിക്കുന്നത്. വിശ്വനാഥനെ കണ്ടാൽ നല്ല സ്വരൂപനായ ഒരു ചെറുപ്പക്കാരൻ, അതിന് അർഹനുമാണ്. അവൾ പറഞ്ഞു, ദയവായി അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ മാല തിരിച്ചു തരൂ. മാലയൊക്കെ തിരിച്ചു തരാം. എന്നാ മാല? പക്ഷേ ഞാൻ ചോദിച്ച കാര്യം പിന്നെ പറയാം എന്ന് പറഞ്ഞ അവൾ മാലയും വാങ്ങി അവൾ ഓടിപ്പോയി. വീട്ടിലെത്തി അവസരങ്ങളിലെല്ലാം വയ്ക്കേണ്ട സ്ഥാനങ്ങളിൽ വെച്ചു. അവളുടെ മനസ്സിൽ അപ്പോഴും അയാൾ ചോദിച്ച ആ ചോദ്യം, എപ്പോഴാണ്? എപ്പോഴെങ്കിലും അത് സംഭവിക്കുമോ? എന്നാൽ ഒരു ദിവസം യാദൃച്ഛികമായി വിശ്വനാഥൻ്റെ വീട്ടിൽ 2-3 സ്ത്രീകളുമായി ഒരാവശ്യമായി പോകേണ്ടി വന്നു. വിശ്വനാഥന് അത്യാവശ്യം വിവരവും കാര്യങ്ങളുള്ള ആളാണ്. അയാളോട് കാര്യങ്ങൾ എല്ലാം വിശദമായി പറഞ്ഞു. അപ്പോഴും കണ്ണ് മഹാലക്ഷ്മിയുടെ മുഖത്തായിരുന്നു. മഹാലക്ഷ്മിയും ഇടയ്ക്കിടെ അയാളെ നോക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള പെണ്ണുങ്ങൾ കാര്യത്തിലേക്ക് കടന്നു, കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അടുത്തൊരു ഒരു പ്രത്യേക സാഹചര്യം അവരവിടെ സൃഷ്ടിക്കുന്നു. അതിനു വേണ്ട ഒരു സഹായം മാത്രമല്ല, അവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുകയും വേണം. അതിനെന്താ, വരാമല്ലോ, വന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്യാം, എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ പറഞ്ഞു. അവർ പിരിയാൻ നേരത്ത് മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കി. വിശ്വനാഥനും അവളെ ഒന്ന് നോക്കി. എന്നാൽ കുറച്ച് ദൂരം നടന്നിട്ട് മഹാലക്ഷ്മി പറഞ്ഞു, ഞാനിപ്പോൾ വരാം. അവൾ തിരിച്ച് വീണ്ടും വിശ്വനാഥൻ്റെ വീട്ടിലേക്ക് തന്നെ ചെന്നു. അവൾ ചോദിച്ചു, എന്തിനാ എന്നെ ഞാൻ നോക്കുന്നത്? നോക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നോക്കണമെന്ന് തോന്നി, നോക്കി. അത്ര നല്ല ശീലമൊന്നുമല്ല. അങ്ങനെ അവൾ അയാൾ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. എന്നാൽ ഇത് കുടിച്ചിട്ട് പോകും. അവൾ അകത്ത് കയറി ആ വെള്ളം എടുത്ത് കുടിക്കാൻ അയാൾ പിറകിൽ ചെന്നു. അവളുടെ ശരീരമാകെ ഒന്ന് ഒഴിഞ്ഞു. അവൾ കോരിത്തരിച്ചു പോയി. അവളുടെ ചുണ്ടിലും വായിലുമെല്ലാം അയാൾ ഉമ്മ വെച്ചു. പരവശയായി അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. വേണ്ടായിരുന്നു, തിരിച്ചു പോണ്ടായിരുന്നു, എന്തൊരബദ്ധമായി പോയി. പിന്നെ പലപ്പോഴും വിശ്വനാഥനും
ശ്രീലക്ഷ്മിയും പലയിടത്തും വെച്ച് കണ്ടെങ്കിലും അവർ അത്ര കണ്ടും ശ്രീലക്ഷ്മി അത്ര കണ്ടൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ അയാളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അയാളൊരു നല്ല മനുഷ്യനാണ്, നല്ല സാമൂഹിക ബോധമുള്ള ഒരാളാണ് എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായപ്പോൾ അയാളിൽ അല്പം അടുപ്പം കാണിക്കുന്നതിൽ തെറ്റില്ല എന്ന് മഹാലക്ഷ്മിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു കാര്യമായി ഇവർ കമ്മിറ്റി കൂടി പെണ്ണുങ്ങൾ തീരുമാനിച്ചു, ആ വിശ്വനാഥ് സാറിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പോകണം, പോയി അദ്ദേഹത്തെ ക്ഷണിക്കണം. അതിനെ പറ്റിയ ആളുകൾ മഹാലക്ഷ്മിയാണ്. ഞാനോ? എനിക്കതാ വയ്യ. അതെന്താ, ബാക്കി എല്ലായിടത്തും പോകാം, അവിടെ മാത്രം പോയാൽ അയാളെ തന്നെ പിടിച്ച് വിഴുങ്ങുമോ? വിഴുങ്ങിയൊന്നുമില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. മഹാലക്ഷ്മി അവിടേക്ക് പോയി. ചെന്നപ്പോൾ വിശ്വനാഥൻ സാർ എവിടെയോ പോകാൻ ഒരുങ്ങുകയായിരുന്നു. ആ നല്ല പാൻറ്റും ഷർട്ടും വേഷത്തിലും അയാളെ കണ്ടപ്പോൾ ഒരു ഫിലിം സ്റ്റാറിനെ പോലെ തോന്നി. അവൾ ആകെ കോരിത്തരിച്ചു പോയി. എന്താ മഹാലക്ഷ്മി ഇതുവഴി? അത് സാറിനോടൊരു കാര്യം പറയാൻ എല്ലാവരും എന്നെ ഏൽപ്പിച്ചു. എന്താണ്? അവൾ വിശേഷങ്ങളും വിവരങ്ങളും വിവരിച്ചു. കയറി വരൂ. കയറി ചെല്ലാൻ അവൾ അല്പം മടി കാണിച്ചു. മടിക്കണ്ട, കയറി വരൂ. അവർ പറഞ്ഞതനുസരിച്ച് ഒരു പേപ്പറിൽ അയാൾ എന്തൊക്കെ എഴുതി അവളുടെ കയ്യിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വാതിലുകൾ അടയ്ക്കപ്പെട്ടു. അയാൾ അവളെ വാരിപ്പുണർന്ന് കോരിത്തെരിപ്പിച്ചു. അവസാനം അവൾ ഇങ്ങനെയോ അയാളുടെ കൈവിട്ടിച്ച് അവൾ പുറത്തേക്ക് ചാടി. അവൾ പോയി. പിന്നെയും അവർ പരസ്പരം കണ്ടു. അവളുടെ മനസ്സിൽ അയാൾ കുടിയേറിക്കഴിഞ്ഞു. വിശ്വനാഥനും അത് തന്നെയായിരുന്നു സ്ഥിതി. അവളെ എങ്ങനെയായാലും സ്വന്തമാക്കണം. അവളെ സ്വന്തമാക്കിയാൽ മനസ്സിന് ഒരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകും. അങ്ങനെ യാദൃച്ഛികമായി ഇയാൾ പുഴക്കടവിലേക്ക് കുളിക്കാൻ പോകുന്ന കൂട്ടത്തിൽ മഹാലക്ഷ്മിയും അതുവഴി വരികയായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കുട്ടി മുഖത്തോട് മുഖം നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ മഹാലക്ഷ്മി വിഷമിച്ചു. അവൾ മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. അയാൾ കൈ തടഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ വെറുതെ വിടൂ. ശരി, പൊയ്ക്കോളൂ. കുളി കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. പിന്നെ ഒരു ദിവസം വിശ്വനാഥൻ സാറിന് മഹാലക്ഷ്മിയെ കണ്ട് ഒരു വിവരം പറയാനുണ്ടായിരുന്നു. അവളെ കണ്ടതും അവളോട് പറയാനുള്ള കാര്യങ്ങൾ അയാൾ പറയുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കാര്യം പറയുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. എന്നാൽ അയാൾ ധൈര്യപൂർവ്വം അവളോട് പറഞ്ഞു, നിന്നെ എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണെങ്കിൽ നിന്നെ വേലി കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. മഹാലക്ഷ്മിക്ക് അയാളെ ഇഷ്ടമാണ്. പക്ഷേ എന്ത് പറയണമെന്നറിയാതെ മഹാലക്ഷ്മി വിഷമിച്ചു. സാഹചര്യങ്ങളും കാലങ്ങളും അവർക്ക് അനുകൂലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം.